ഇബ്ലീസിന്റെ ഒരു പ്രസംഗമുണ്ട്, വലിയൊരു ഐറ്റാണത് മഹ്ശറിൽ. അവിടെ പ്രസംഗിക്കുന്ന ഒരാൾ ഇബ്ലീസ് മാത്രമാണ്. ഇബ്ലീസ് ഒരു വലിയ വാഗ്മിയായിട്ട് സ്റ്റേജൊക്കെ വെച്ചിട്ട് ആളുകളൊക്കെ അഭിമുഖീകരിക്കും. ഒകാല ഷൈത്താൻ പറയാണ്, ലമ്മാ ഖുദിയൽ അംറു, കാര്യത്തിന്റെ വിധി അങ്ങ് നടപ്പിലാക്കപ്പെടുമ്പോൾ ഇബ്ലീസ് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം സത്യമായ വാഗ്ദാനമാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലടോ മനുഷ്യന്മാരെ. ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കണ്ട എല്ലാ കെണിയും കണിച്ചിട്ടേ ഒടുക്കത്തൊരു വസിയത്ത് നോക്കി. നിങ്ങൾ നരകത്തേക്ക് ഏതായാലും പോവാണ്. ഒടുക്കത്തൊരു വിടവാങ്ങൽ പ്രസംഗം. എന്റെ കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ വിടവാങ്ങാണ്. ഖുർആനായി പറയണത്, ലമ്മാ ഖുദിയൽ അംറു, കാര്യമങ്ങ് നിറവേറ്റപ്പെട്ടാൽ അവൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദത്തം സത്യമായ ഹക്കായ വാഗ്ദാനമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? വവഅദ്തുകും ഫഖലഫ്തുകും, ഞാനും ഒരു വാഗ്ദാനങ്ങളോട് ചെയ്തിരുന്നു, അതും മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തിരിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേലിൽ എനിക്കൊരധികാരവും ഇന്നില്ല, ഞാനും നിങ്ങളും തമ്മിൽ വഴി പിരിയാൻ പോവാണ്. ഇല്ല അൻ ദഅഉതുകും, ഒരു കാര്യങ്ങളോട് ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ ക്ഷണിച്ചു പോയി തെറ്റിലേക്ക്, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുകയാണ്. പക്ഷേ അതെന്റെ കുറ്റമാണെങ്കിൽ ഫസ്തജിബ്തും, അതിന് മറുപടി നൽകിയത് നിങ്ങളും ചെയ്ത കുറ്റമാണ്. ഞാൻ അങ്ങനെ തെറ്റിക്ക് ക്ഷണിച്ചെങ്കിൽ നിങ്ങൾ എന്തിനെന്റെ പിന്നാലെ കൂടി? ഇബ്ലീസിന്റെ ഒടുക്കത്തെ ന്യായവാദം, ഇബ്ലീസിന്റെ കൂട്ടാളികൾക്ക് ഇബ്ലീസിന് രക്ഷ കൊടുക്കാൻ കഴിയാത്ത ആ മഹാസംഭവം ആഖിറത്തിൽ നടക്കുകയാണ്. ഫലാ തലൂമൂനി, എന്നെ കുറ്റപ്പെടുത്തണ്ട, വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി, ഞാനല്ല നിങ്ങളുടെ വിധിക്കുത്തരവാദികൾ. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂന മിൻ ഖബൽ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പങ്കുചേർന്നതിനെയൊക്കെ ഞാൻ തള്ളിക്കളയുകയാണ്, ധിക്കരിക്കുകയാണ്. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, ലാലിമീങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രസംഗേറ്റാണോ തോന്നിപ്പോവും. ലാലിമീങ്ങൾക്ക് ശിക്ഷ ഉണ്ട്. ആരാ പറഞ്ഞത്? ഏറ്റവും വലിയ ലാലിമ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ ഒരു പ്രസംഗം നരകത്തിലേക്ക് പോകുന്ന ആൾക്കാർക്കുള്ള ഒരു ഐറ്റമാണ്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാചനകൾ നടത്തി നോക്കും ആളുകൾ, ഒഴിവ് കഴിവ് പറഞ്ഞു നോക്കും, നരകം കാക്കുന്ന മലക്കിനോട് പറഞ്ഞു നോക്കും, ഒന്ന് രക്ഷപ്പെടുത്ത്, ഈ തീ. അതിങ്ങനെ ചോദിക്കും തോറും മലക്കുകൾ അങ്ങോട്ട് വാദപ്രതിവാദം നടത്തും. മുർസലീങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ടായിരുന്നില്ലേ? അള്ളാഹു നേർമാർഗം കാട്ടിത്തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തിന് നീ വഴിപിഴച്ചു? അങ്ങനെ ഓരോ ചോദ്യത്തിനും വീണ്ടും വീണ്ടും ആ നരകത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും.